യാതൊരു മുൻപരിചയവുമില്ലാതെ പരിചയപ്പെട്ട നിസ്സാര സമയം കൊണ്ട് തന്നെ നമ്മുടെ മനസ്സിൽ കൂട് കെട്ടി താമസിക്കുന്ന ചില മനുഷ്യരുണ്ട്. ദാ അതുപോലൊരു മനുഷ്യനാണിത് വിൻചേട്ടൻ. സഹോദരനാവാൻ ഒരേ ഉദരത്തിൽ ജനിക്കണമെന്നില്ലെന്ന് തെളിയിച്ചു തന്നൊരു മനുഷ്യൻ. കഥ തുടങ്ങുന്നത് നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ്. ടെൻഷൻ അടിച്ച് അകത്ത് കയറിയപ്പോൾ ദാ ഇരിക്കുന്നു വിൻചേട്ടൻ. ഞാൻ ചെന്ന് അപ്പുറത്തെ ചെയറിലിരുന്നു. പുള്ളിയാണെ വൈഫിനെയും കൊച്ചിനെയൊക്കെ വിട്ട് തിരിച്ചു പോരുന്നതിൻ്റെ വിഷമത്തിലൊക്കെ ഇരിക്കുക. ഞാൻ അപ്പോൾ ആളോട് ചോദിച്ചു, ദുബായിക്കാണോ? ആൾ പറഞ്ഞു അതേ. പ്രോസസ്സൊക്കെ തുടങ്ങാൻ സമയമെടുക്കും, വെയിറ്റ് ചെയ്തോന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ചെക്കിൻ തുടങ്ങി. ഞാൻ വിസിറ്റിംഗ് ആയതുകൊണ്ട് കുറേ ഫോർമാലിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് തിരിഞ്ഞ് നോക്കിയപ്പോൾ പുള്ളി എന്നെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കാം. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് സമാധാനമായി. അവിടെ നിന്ന് അങ്ങോട്ട് ഓരോ സ്റ്റെപ്പും കഴിഞ്ഞ് ആളെന്നെ വെയിറ്റ് ചെയ്ത് നിന്നു. ലാസ്റ്റ് ഫ്ലൈറ്റ് കയറാൻ ടൈം ആയപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ടേക്ക് ഓഫ് ഭയങ്കര പേടിയാണെന്നും തോന്നരുത്, കളിയാക്കരുത് എന്നൊക്കെ. പക്ഷെ ആൾ നല്ല സപ്പോർട്ടായിരുന്നു. അവിടെ നിന്ന് ദുബായ് വന്ന് ഇറങ്ങി റൂം എത്തുന്ന വരെ പിള്ളേരെയൊക്കെ നോക്കുന്ന പോലെ കെയർ ചെയ്ത് സേഫായി റൂമിലെത്തിച്ചു. ഏറ്റവും കോമഡി എന്താ അറിയോ, ആൾ നാട്ടിൽ നിന്ന് കയറിയപ്പോൾ കഴിക്കാൻ സ്നാക്സ് വാങ്ങിയായിരുന്നു. ശരിക്കും ഒന്ന് കഴിച്ചാൽ മതി, ഇനി എങ്ങാനും വിശപ്പ് മാറിയില്ലല്ലോ എന്ന് വെച്ചിട്ടൊരു കുഞ്ഞു മിനി വർഗ്ഗം കൂടി വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനൊരു മരണം കൂടെ കൂടുമെന്ന് ചേട്ടൻ അവിടെ നേരൊരു വിളി കിട്ടിയോ എന്നാണ് എൻ്റെ സംശയം. അന്നോട്ട് എൻ്റെ കാര്യങ്ങളെല്ലാം വിളിച്ച് അന്വേഷിക്കാനും ആളിതുവരെ മറന്നിട്ടില്ല. കൂടെ പിറന്നവർ പോലും തള്ളിപ്പറയുന്നവരുള്ള ഇക്കാലത്ത് കൂടെ പോലും പിറക്കാതെ കൂടെപ്പിറപ്പായി കൂടെ നിൽക്കുന്ന ഇതുപോലുള്ള ചിലരെങ്കിലും അവശേഷിച്ചില്ലായിരുന്നെങ്കിൽ ഈ ലോകം എന്നേ വറ്റി വരണ്ടേനെ അല്ലേ?